പശ്ചിമേഷ്യയിൽ കൂടുതൽ ആക്രമണത്തിനൊരുങ്ങുകയാണ് അമേരിക്ക. US സൈനികർക്കെതിരെ ആക്രമണം നടത്തിയവർക്ക് തിരിച്ചടി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിലേക്ക് യാത്രയും തിരിച്ചു. എന്തൊക്കെ ഒരുങ്ങിയിട്ടാണ് ബ്ലിങ്കൻ ഒരു എന്തോ അദ്ദേഹത്തെ ഇട്ടൊരു പണി കൊടുക്കുന്നു. കളി ആന്റണി ബ്ലിങ്കനോട് വേണ്ട, മധു കൊട്ടാരക്കരോട് ചോദിക്കാം അല്ലേ? ഓക്കെ, മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. മധു, ഇന്ന് കൊട്ടാരക്കരക്കാരുടെ ദിവസമാണെന്ന് പറയായിരുന്നു. അതെ, ബാലോവല് സുഹൃത്തോ, വളരെ അടുത്ത സുഹൃത്തോ. ഗുഡ് മോർണിംഗ് SK, VK, ഹാഷ്മി. SK, അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ VKക്ക് കൊടുക്കേണ്ടത് സ്പോർട്സ് മന്ത്രി സ്ഥാനമാണ്. ചാടി നിൽക്കും. ഇപ്പം ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇല്ല SK ഇപ്പൊ ചാട്ടം നിർത്തി. അതിലേക്ക് വരുന്നതിന് ഒരു ചോദ്യം ചോദിക്കട്ടെ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു വോട്ടറാണല്ലോ മധു. അപ്പൊ എന്താണ് ധനമന്ത്രിയിൽ നിന്ന് മധു പ്രതീക്ഷിക്കുന്ന അമേരിക്കയിൽ നിന്ന്? SK ധനമന്ത്രിയെ നമുക്ക് രണ്ടുപേർക്കും കൂടുതലായിട്ട് അറിയാം. വളരെ സൗമ്യനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയും അങ്ങനെ തന്നെയാണ്. തന്നെയുമല്ല, അദ്ദേഹം അങ്ങനെ വലിയ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇതുവരെ പ്രസംഗിക്കുകയോ പ്രസ്താവനകൾ ഇറക്കുകയോ ചെയ്തിട്ടില്ല. അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളത്. അപ്പം നമ്മൾ കൊട്ടാരക്കരക്കാര് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അത് ആ ബജറ്റിലും റിഫ്ലക്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. SK, അപ്പൊ പക്ഷെ വാർത്തക്കകത്തുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട, വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ. അമേരിക്കയുടെ പരിപാടി എന്താ? SK, ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോർദനിലെ US സൈനിക ക്യാമ്പ് ആക്രമിച്ച് സൈനികരെ കൊന്നവർക്കെതിരെയുള്ള തിരിച്ചടി തുടരുവാൻ തന്നെ അമേരിക്ക ഒരുങ്ങുകയാണ്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെ കൂടുതൽ സൈനിക നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ആ ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റ് ബൈഡന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഈ CNN ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെയെന്ന കാര്യത്തിൽ ബൈഡന് വളരെ വ്യക്തതയുണ്ടെന്ന് പറഞ്ഞ ജെയ്ക്ക് സള്ളിവൻ ഇതുവരെ നടന്ന വ്യോമാക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഈ അടുത്ത സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ നൽകുവാൻ സള്ളിവൻ എന്നാൽ വിസമ്മതിക്കുകയും ചെയ്തു. ഈ തിരിച്ചടികൾ എങ്ങനെയെന്ന് എപ്പോൾ പ്രക്ഷേപണം ചെയ്യുവാൻ ഇപ്പോൾ പ്രക്ഷേപണമൊന്നും ചെയ്യുവാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ മിഡിൽ ഈസ്റ്റിൽ ഇത്തരം നടപടികളുടെ പേരിൽ യുദ്ധം വ്യാപിക്കാതിരിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ ബൈഡന്റെ ഈ ഉത്തരവിൽ അദ്ദേഹം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ തിരിച്ചടിക്കുവാൻ സമയമെടുത്തുവെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വിമർശനമുണ്ടായിരുന്നു. ഈ വിമർശനം ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ ഓഫ് കിർബി മറ്റൊരു അഭിമുഖത്തിൽ, ഫോക്സ് ന്യൂസുമായിട്ടുള്ള അഭിമുഖത്തിൽ തള്ളിക്കളയുകയും ചെയ്തു. സമയമെടുത്ത് ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയതിന് ശേഷം എയർഫോഴ്സ് വൈമാനികരെ ഉപയോഗിച്ചാണ് തിരിച്ചടിക്കുന്നത്. അതായത് ഡ്രോണുകളൊന്നും ഉപയോഗിച്ചല്ല. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുമാരുടെ സുരക്ഷ, അതുപോലെ അവർ ദൗത്യം പൂർത്തീകരിച്ച് തിരികെ എത്തുന്നതൊക്കെ ഉറപ്പുവരുത്തണം. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ഹമാസ് തടങ്കലിലുള്ള ബന്ദികളുടെ മോചനത്തിനും ഗസയിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുമുള്ള നയതന്ത്ര ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വാഷിംഗ്ടണിൽ നിന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് യാത്ര തിരിക്കുകയും ചെയ്തു. SK, VK, ഹാഷ്മി. VK എന്ന് വെച്ചാൽ വിജയകുമാർ എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, താങ്ക് യു മധു കൊട്ടാരക്കര. താങ്ക് യു. പറഞ്ഞോളൂ, എന്താ പറയാ, അർത്ഥോക്തിയിൽ വിരമിക്കണ്ട. അല്ല, ഞാൻ MK, അത് VK. ഓ, അതാണ്. അങ്ങനെയാണെങ്കിൽ മധുകൊട്ടര ഇതുകൂടെ കേട്ടോളൂ. സൈറ ബാനു പറയുന്നു, അയ്യേ SK കുറച്ചു മുമ്പ് പറഞ്ഞ ആ തിയറിയൊക്കെ ധനമന്ത്രിയും വീട്ടുകാരും കേട്ടില്ലേ? അതാണ് VI കുമാറിന്റെ ആശങ്ക, വിജയകുമാറിന്റെ ആശങ്ക അതാണ്. അല്ലല്ലേ, അതാരെങ്കിലും കേട്ടാലും കുഴപ്പമില്ല. നമ്മളല്ലേ, കാലം മാറുകയല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പൊരുത്തപ്പെടണം. നമ്മൾ ഈ യഥാർത്ഥ ഇതിന്റെ പരസ്യം തന്നെ നമ്മൾ തന്നെ ചാനലിൽ കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ. മാത്രമല്ല, ഈ തിയറി ആയിരിക്കും ഒരുപക്ഷെ ഒരു ഇന്നോവേഷൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ വരാൻ പോകുന്നത്. വലിയ തിയറി.